ഒരുപാട് ചിന്തകളുള്ള ഒരു നടൻ കൂടിയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹം ഈ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ ഒരു മലയാള സിനിമയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ശ്രീനിവാസൻ്റെ തിരക്കഥകളും ശ്രീനിവാസൻ്റെ അഭിനയ സാധ്യതകളും തൻ്റെ ചിത്രത്തിൽ ഒരുപാട് ഉപയോഗിച്ച ഒരു സംവിധായകനാണ് കമൽ. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു നടൻ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായിരുന്നു നടൻ ശ്രീനിവാസൻ. കമൽ, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർമ്മിക്കുക? എനിക്കറിയാം നിങ്ങളൊക്കെ വല്ലാത്ത സങ്കടത്തിലായിരിക്കും, കാരണം എനിക്ക് വളരെ ദൂരെ നിന്നാണ് പലപ്പോഴും ഞാൻ ശ്രീനിവാസനെ കണ്ടിട്ടുള്ളത്. ആ ഒരു ആളിന് പോലും അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങേപോലെ അദ്ദേഹത്തിനൊപ്പം സഞ്ചരിച്ച ഒരു ഈ സഹയാത്രികൻ എങ്ങനെയാണ് ഓർമ്മിക്കുക എന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയായിരുന്നു. പറയൂ ശ്രീ കമൽ. ഞങ്ങൾ തമ്മിൽ ഏകദേശം മദ്രാസ് കാലത്തിലാണ് ഒരു പരിചയം. വെച്ചാൽ സിനിമാ മോഹവുമായിട്ട് കോടമ്പക്കത്ത് എത്തിയ ഒരു കാലം. ഞാൻ ആദ്യം പരിചയപ്പെടുന്ന സിനിമാക്കാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. അന്ന് അദ്ദേഹവും എന്താ പറയുക, സിനിമയുടെ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അതിൻ്റെതായ പ്രാരാബ്ദങ്ങളും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ തുടങ്ങിയ സൗഹൃദമാണ്. അത് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിന്റെ ഒരു ശക്തി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയാണ് ആദ്യകാലത്ത് അദ്ദേഹം നടൻ എന്നുള്ള രീതിയിൽ ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും, ഇപ്പൊ രാമുകാരിയായിട്ട് പോലെയുള്ള അല്ലെങ്കിൽ പ്രതിഭാതന പി എ ബക്കർ പോലുള്ള അവരുടെ വളരെ സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹത്തിൽ ഇത്രയും നർമ്മബോധമുള്ള ഒരു നടനും എഴുത്തുകാരനും ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം തിരിച്ചറിഞ്ഞതാണോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രിയദർശനും സത്യനന്ദിക്കടൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞിട്ടാണോ എന്നറിയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്, നടൻ എന്നുള്ളതോടൊപ്പം തന്നെ. ആദ്യകാലത്ത് സിനിമകൾ സാധാരണ ഒരു ഹാസ്യം എന്നൊക്കെ പറയുന്ന സിനിമകൾ ആയി തുടങ്ങിയിട്ട് ഒരു നാടോടിക്കാറ്റിന്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോൾ നമുക്കറിയാം അന്നത്തെ യുവാക്കളുടെ ജീവിത സാഹചര്യങ്ങളായിരുന്നു ഇന്നൊരു പക്ഷെ പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത രീതിയിൽ ഈ തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ അരക്ഷിതാവസ്ഥയും നമ്മൾ ബുദ്ധികൾ പറയാറുണ്ടായിരുന്നില്ല, അസ്തിത്വ ദുഃഖം, അത്തരം കാര്യങ്ങളെ നർമ്മത്തോടുകൂടി അദ്ദേഹം നോക്കി കണ്ടു എന്നുള്ളൂ. മറ്റുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ വളരെ ഗൗരവത്തോടെ ഇതിനെ കാണുമ്പോൾ അതിലൂടെ നർമ്മം പ്രസരിപ്പിക്കുകയും ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്ന രീതിയിൽ അത്തരം സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ മനുഷ്യരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു എന്നുള്ളതാണ്. അത് ശ്രീനിവാസന്റെ എഴുത്തിന്റെ ഒരു മിടുക്കാണ്. അങ്ങനെ ഓരോ സിനിമകളും നമ്മൾ പരിശോധിച്ച ഓരോ കാലഘട്ടത്തിലും പിന്നെ സ്വയം വിമർശനം നടത്തുന്ന സിനിമകൾ, ആത്മവിമർശനത്തിൻ്റെതായ കഥാപാത്രങ്ങളിലൂടെ വടക്കു കേന്ദ്രം, ചിന്താവിഷയശാമളം, ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് ആദ്യം ചെയ്ത സിനിമ പാവമ്പാൻ രാജകുമാരൻ ഒക്കെ അത്തരം കഥാപാത്രങ്ങളാണ്. പിന്നീട് ഞാനും ശ്രീനിവാസനും ചെയ്തിട്ടുള്ള സിനിമകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറ്റ് സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ചില സിനിമയാണ്. ഒന്ന് ചമ്പക്കുളം തച്ചൻ. ചമ്പക്കുളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനോ എനിക്കോ പരിചിതമില്ലാത്ത കുട്ടനാടൻ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ ആ സിനിമ ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ അവിടെ കുറെ ദിവസങ്ങൾ പോയി താമസിച്ച് രഞ്ജി പണിക്കരെ പോലുള്ളവരെ അവരുടെയും കൂടി സഹായത്തോടുകൂടി ഈ ഇത്തരം മനുഷ്യരെ വള്ളം പണിയുന്നവരെയൊക്കെ കണ്ട് അദ്ദേഹം അതിൽ നിന്നൊരു കഥ കണ്ടെത്തുകയായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പശ്ചാത്തലം സിനിമ ചെയ്യണമെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അദ്ദേഹം തന്നെയാണ്. പിന്നീട് അഴകിയ രാവണൻ വന്നപ്പോഴും നമ്മൾ കുട്ടനാടൻ പശ്ചാത്തലം തന്നെയാണ് വീണ്ടും പിടിച്ചു തന്നത്. ശങ്കർദാസ് എന്ന് പറയുന്ന മനുഷ്യൻ അത് മമ്മൂട്ടിയെ പോലെ ഒരാളെന്നത് ചെയ്യാൻ തയ്യാറായെന്നുള്ളത് അത് ശ്രീനിവാസന്റെ തിരക്കഥ ആയതുകൊണ്ടാണ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അന്ന് നടന്മാരൊക്കെ തന്നെ ശ്രീനിവാസന്റെ തിരക്കഥയാണെങ്കിൽ ആ തിരക്കഥയിൽ വിശ്വാസം അർപ്പിക്കുന്നത് വലിയ കാര്യമാണ്. അപ്പൊ സ്വയം എന്താണ് അവരെ തന്നെ കളിയാക്കുന്ന കഥാപാത്രങ്ങളെയും അവർ ചെയ്യാൻ തയ്യാറാകുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു. ഇപ്പൊ മഴയത്തുമ്മേ എന്ന് പറയുന്ന പടം ഞങ്ങൾ മിസ് ചെയ്തപ്പോൾ ഒരു പെൺകുട്ടിയുടെ ആത്മസംഘർഷങ്ങളുടെ കൂടിയൊക്കെ ഒരു സിനിമയാണ് അത്. അദ്ദേഹം അതുവരെ ചെയ്യാത്തൊരു പാറ്റേണിലുള്ള സിനിമയാണ്. അപ്പൊ ഏത് രീതിയിലുള്ള തിരക്കഥയാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്പർശം അതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നതാണ്. ശ്രീനാഥ് പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ട് ഒരുപാട് ഓർമ്മകളുണ്ട്. അത് പറഞ്ഞതില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരക്കഥ എഴുതാനിരിക്കുന്ന ഒരുമിച്ചിരിക്കുന്ന കാലങ്ങളാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും, അദ്ദേഹമായിട്ട് സിനിമയായിട്ടുള്ള സംവിധായകർക്കൊക്കെ തന്നെ. അതൊരു വല്ലാത്ത കാലമായിരിക്കും. ഇന്നും നമ്മൾ ഞങ്ങളെ പരുവപ്പെടുത്തിയിൽ എന്നും ഞാൻ ഓർക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരുമിച്ചിരുന്നിട്ടില്ല. ചെയ്യാതെ പോയ ഒരുപാട് സിനിമകളുണ്ട്. ശ്രീനിവാസൻ തന്നെ പറഞ്ഞ വളരെ വ്യക്തമായ വാക്കുകളുണ്ട്. ഞാൻ മലയാള സിനിമക്കയിലുള്ള ഏറ്റവും വലിയ സംഭാവന എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിക്കാതെയും ഞാൻ എഴുതാതെയും പോയ ഒരുപാട് സിനിമകളാണെന്ന് പറയുന്നത്. അപ്പൊ അത്രമാത്രം വിശ്വാസമുള്ള സിനിമകളിലെ അദ്ദേഹം കൈകൊടുക്കാറുള്ളൂ എന്നുള്ളത് കൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞു തീരാത്തത്രയും പറയേണ്ടി വരും. അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീനിവാസൻ. ഓക്കെ, താങ്ക് യു ശ്രീ കമൽ. നമുക്കൊപ്പം ചേർന്ന് ഈ വിയോഗത്തിൻ്റെ വേളയിൽ അതിൽ കൂടെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും. ഒരുപാട് വ്യക്തിബന്ധം ഞാൻ തന്നെ പലപ്പോഴും ഇവർ രണ്ടുപേരെയും പല സ്ഥലങ്ങളിലും വെച്ച് കണ്ടിട്ടുള്ള തിരക്കഥ എഴുതുന്ന വേളയിലൊക്കെ തന്നെ. അപ്പോൾ ഈ മഴയത്ത് മുമ്പേ സിനിമ എഴുതുന്ന ആലുവ പാലസിലൊക്കെ തന്നെ ഒരുപാട് ദിവസങ്ങൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു അവിടെ.
അപ്പം ശ്രീ കമലാണ് സംസാരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.